സോ ഹേ ഗൈസ്, ഇപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കോമറ്റിന്റെ റേഞ്ച് ടെസ്റ്റ് ചെയ്യാണ്. ഇന്ന് നമ്മൾ തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി വരെ 100% ചാർജ് ആക്കി കോമറ്റിൽ പോകാൻ പോവുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ 100% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി? 22 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പൊ ചാർജ് ശതമാനം 89ആയി. നമ്മൾ പോയിട്ട് തിരിച്ചു വരുമെന്നൊക്കെ കണ്ടറിയാം. ഓക്കെ, നമ്മളിപ്പോ 3 പേരുണ്ട് വണ്ടിയിൽ. ഗോവിന്ദുണ്ട്, ലിബിനുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ബാക്കി അപ്ഡേറ്റ് ഒക്കെ പോണ വഴിയിൽ എത്തിക്കാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരു ചായക്കടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ചായക്കട പ്ലാന്റി. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട് വരെ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തമിഴ്നാട് ചായ കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത്ര പോരാ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 100% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പൊ 75% ചാർജ് ആയി. ഇനി 150 കിലോമീറ്റർ ആണ് ഓടുമെന്ന് പറയുന്നത്. നമ്മളതെല്ലാം കൂടെ ഏകദേശം ഒരു 52 കിലോമീറ്റർ ആണ് ഓടിയത്. ഇനി കന്യാകുമാരി വരെ ഇനി ഒരു 40 കിലോമീറ്റർ അടുപ്പിച്ചെങ്ങാണ്ടുണ്ട്. നമുക്ക് ഇനി നേരെ കന്യാകുമാരി പോയിട്ട് തിരിച്ചെത്തോന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ലിബിൻ പോയിട്ട് തിരിച്ചു വന്നതാണ് പറയുന്നത്. പക്ഷേ സോളോ റൈഡ് അത് ലിബിൻ മാത്രം ഒറ്റയ്ക്ക് AC ഒന്നും ഇടാതെയാണ് പോയത്. സോ അങ്ങനെ നമ്മൾ ഫൈനലി കന്യാകുമാരി എത്തിച്ചേർന്നിരിക്കുകയാണ്. കന്യാകുമാരി ബീച്ച്. രാത്രിയായിട്ട് ഒന്നും കണ്ടുവിടാ. നമ്മൾ 100% ചാർജിൽ ഇറങ്ങിയാണ്. ഇപ്പൊ 57% ചാർജായി. ഇനി റേഞ്ച് 114 കിലോമീറ്റർ ഓടുമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഓടിയത് എല്ലാം കൂടെ 75 കിലോമീറ്റർ അടുപ്പിച്ചാണ് നമ്മൾ ഓടിയത്. ഇനി 114 കിലോമീറ്റർ ഓടും. നമ്മളെ വീട് വരെ ഏകദേശം ഒരു 75-80 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. നമ്മൾ AC ഒക്കെ ഇട്ടാണ് വന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇപ്പൊ കന്യാകുമാരിയൊക്കെ അടിപൊളിയാക്കി. അവിടെ ബീച്ചിന്റെ സൈഡിലോട്ട് ഇറങ്ങി നിൽക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു. വിവേകാനന്ദ പാറയിൽ അവിടെ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ലൈറ്റ് ഒന്നും ഇല്ല. കടലിൽ ഡയറക്റ്റ് ഇറങ്ങി നിൽക്കാനുള്ള സെറ്റപ്പ് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. കന്യാകുമാരി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. കാല് വയ്യാത്തവർക്ക് വരെ കടലിൽ ഇതുവരെ ഇറങ്ങാനുള്ള സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. കണ്ട, ഇങ്ങനെ നടന്നു വന്ന് ഈ കടലിന്റെ ഇവിടെയൊക്കെ നോക്കിയിരിക്കാം. ഈ ഒരു പുതിയ നല്ല അടിപൊളി സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് വിട വാങ്ങുകയാണ്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അടിപൊളി. കഴിഞ്ഞ വട്ടം വന്നതുപോലെയല്ല, സംഭവം അടിപൊളിയായിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാല് വയ്യാത്തവർക്ക് വരെ പോകാൻ വേണ്ടി കടലിലിറങ്ങാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഗൈസ്, ഇനി 56% ചാർജ് ഉണ്ട്. 112 കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത്. നമുക്ക് ഏകദേശം 83 കിലോമീറ്റർ മതി വീടെത്താൻ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. ലിബിന്റെ വീട് ഇതാണ്. നമുക്ക് എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ നോക്കാം. നമ്മൾ പോയത് 100% ചാർജിലാണ് നമ്മൾ പോയത്. തിരിച്ചു വന്നപ്പോൾ 10% ചാർജ് ഉണ്ട്. ഇനി 20 കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത്. നമ്മൾ ഓടിയത് ഒരു 100 എത്ര കിലോമീറ്റർ ഓടിയത്? 180 കിലോമീറ്ററാണ് ഓടിയത്. 100% ചാർജിൽ ഒരു 200 കിലോമീറ്റർ ആണ് ഓടുമെന്ന് പറഞ്ഞത്. കറക്റ്റ് ആ ഒരു റേഞ്ച് തന്നെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ട്രിപ്പ്? എന്തായാലും ലാഭമൊന്നുമില്ലല്ലേ. വേറെ നമ്മള് പെടുന്നൊന്നും വിചാരിച്ചല്ലേ, പക്ഷെ ഫുൾ AC-ലാണ് വന്നത്. അത് തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും AC-ലാണ് വന്നത്. നമ്മളെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹൈവേയിൽ അവിടെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ചാർജ് കുറയാണെങ്കിൽ അവിടെ കയറി ചാർജ് ചെയ്തിട്ടൊക്കെ വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 10% ഇനി 20 കിലോമീറ്ററും കൂടെ ഓടും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. പിന്നെ ഇവനും എല്ലാം പറയണ്ട ഒന്നുമില്ല, വീട്ടിൽ പോയി നന്നായിട്ടൊന്നും കിടന്നു. അത് തന്നെ, മണി 4ആയി. നമ്മള് എത്ര മണിക്ക് തിരിച്ചത്? നമ്മള് 10:30 തിരിച്ചാണ്. തിരിച്ച് 4:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. നല്ലൊരു ചായം കുടിച്ച് കിടന്നുറങ്ങണം. അതെ, നമ്മള് ഇത് കന്യാകുമാരി പോയിട്ട് കാല് നനയ്ക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, അടുത്ത ആഴ്ച ഒന്നുകൂടെ പോവാം. അടുത്ത നമുക്ക് പോകുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത വീണ്ടും പോകുന്നതാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കണം. ഈ ഒരു 100 കിലോമീറ്ററിനകത്ത് പോയി കയറുന്ന ഡെസ്റ്റിനേഷൻ അല്ലേ? നാളെ നമുക്ക് തെങ്കാശി റൂട്ട് വിടാം. ഓക്കെ ഗൈസ്, നാളെ നമ്മൾ അടുത്ത സ്ഥലം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും. ബൈ.